ഞാൻ 2-3 ദിവസമായിട്ട് ഒരാളെ നോക്കി നോക്കി ഇരിക്കുകയാണ് താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൾ താഴെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ആരാന്ന് കണ്ടാലോ? ടാൻടടാങ്! നമ്മുടെ മാടത്തക്കുഞ്ഞാണ്. മാടത്തക്കുഞ്ഞ് അപ്പുറത്തെ വീടിൻ്റെ പൊക്കത്തെ പൊത്തിലിരിക്കുമായിരുന്നു. അപ്പോൾ അതിലൊന്ന് താഴത്ത് വീണിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇത് കൊണ്ടുവരുമ്പോഴത്തേക്ക് വീട്ടിൽ നല്ല വഴക്കാണ്. ഇപ്പം ഞാൻ എടുക്കാൻ പോയപ്പോഴും അമ്മയുടെ വായിന്ന് ചീത്ത കേട്ടിട്ടാണ് ഞാൻ വന്നത്. എന്നാലും ഞാൻ കൊണ്ടുപോകും. അത് ഇതിനുങ്ങളെ കാണുമ്പോൾ എങ്ങനെ എടുക്കാതിരിക്കുന്നത്? ആ മുഖത്തെ ചൈതന്യം നോക്ക്, എന്താ ഒരു ക്യൂട്ട്നെസ്. ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് പാടത്തും പറമ്പിലൊക്കെ കളിക്കാൻ പോകുമായിരുന്നു. ആ സമയത്ത് തെങ്ങിൻ്റെ പൊക്കത്താണല്ലോ ഇവർ കൂട് വയ്ക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കിരുന്നത് കുലുക്കും ആ കൂട് താഴെ വീഴാൻ വേണ്ടിയിട്ട്. എത്ര ബുദ്ധിയുണ്ടെന്ന് ആലോചിക്കണം. ആ അത്രയും വലിയ മരം ഒറ്റയ്ക്കിരുന്ന് കുലുക്കുന്നു കൂട് താഴെ വീഴാൻ. എന്ത് പറയാനാന്ന് നോക്കണേ. പണ്ടൊക്കെ ഇത് സ്ഥിരം കലാപരിപാടിയായിരുന്നു. പിന്നെ പൊന്മാൻ്റെ മുട്ട കുളത്തിൻ്റെ അരികിലുണ്ടോ നോക്കുന്നു. തെങ്ങിൻ്റെ പൊക്കത്ത് തത്തയോ അതോ ഇല്ലെങ്കിൽ നമ്മുടെ മാടത്തെയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കുമായിരുന്നു. അന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതിനെയൊക്കെ വളർത്തണമെന്ന്. പക്ഷെ എന്നാൽ കിട്ടിയിട്ടുണ്ട് മാടത്തെ. പക്ഷെ ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ ചത്തുപോകും. നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ ആണോ എന്താണെന്നൊന്നും അറിയത്തില്ല. നമുക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ എങ്ങനെയാണ് ഫുഡ് കൊടുക്കുന്നതെന്നൊക്കെ. പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു തത്തക്കുഞ്ഞിനെ കിട്ടിയത്. അതാണെങ്കിൽ ആരോ വളർത്തിയതാണ്. വളർത്തിയിട്ട് പറന്നു പോയതാണ്. അത് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കഴിഞ്ഞ ഇടയ്ക്ക് കൂട് തുറന്നപ്പോൾ അത് പറന്നുപോയി. അപ്പോൾ അതിൻ്റെ കൂടൊന്നും ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇതിനെ എടുത്തുകൊണ്ട് വരാമെന്ന് വിചാരിച്ചത്. ഈ മാടത്തക്കുഞ്ഞാണെങ്കിൽ കണ്ണും തുറന്നിട്ടുണ്ട്. ചിറകൊക്കെ ചെറുതായിട്ടൊക്കെ വിടർത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു ആശ്വാസം. അത് രക്ഷപ്പെട്ടാൽ നല്ലതായിരുന്നു. ഇതിനെ എടുക്കാൻ പോണ തൊട്ട് ഇവിടെ എത്തുന്ന വരെ എന്നെ എല്ലാവരും നല്ല ചീത്തയായിരുന്നു. ഇതെടുത്തുകൊണ്ട് വന്ന ശേഷം ഞാനാണോ കൊണ്ടുവന്നത് അത് അവരാണോ കൊണ്ടുവന്നുള്ള അവസ്ഥയിലായിരുന്നു എല്ലാവരുടെയും പെരുമാറ്റം. അതല്ലേലും അങ്ങനെയല്ലേ വരുള്ളൂ. ഇതിന് എന്ത് കൊടുക്കാമെന്നിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും പപ്പരങ്ങ അതുപോലെ ബനാനയൊക്കെ കൊടുക്കാമെന്ന് കണ്ടു. അപ്പോൾ ഇവിടെ എന്തായാലും പപ്പരങ്ങയുണ്ട്. അത് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അത് എന്തായാലും കഴിക്കുന്നുണ്ട് നന്നായിട്ട്. പപ്പരങ്ങയാണെങ്കിൽ ഞാൻ നന്നായിട്ട് ജ്യൂസ് പോലെയല്ല, ഒരു മീഡിയം രീതിയിൽ നിൽക്കുന്ന പോലെയാണ് ഞാൻ കൊടുത്തത്. ഇതിന് വെട്ടിലിനെ പിടിച്ചിട്ട് കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഉച്ചയ്ക്ക് ആയപ്പോൾ ഞാനൊന്ന് തപ്പി നോക്കി, പക്ഷെ എവിടെയും കണ്ടില്ല. അപ്പോൾ അമ്മ പറഞ്ഞു വെയിലൊക്കെ താറി ഒന്ന് തണുപ്പൊക്കെ ആകുന്ന സമയത്ത് വൈകിട്ടത്തെ സമയത്ത് കിട്ടുള്ളൂ. പക്ഷെ വൈകിട്ട് നോക്കിയിട്ടാണെങ്കിലും സംഭവം കിട്ടിയിട്ടില്ല. എന്തായാലും അത് നോക്കിയിട്ടത് കൊടുക്കണം. ഇവിടെ ആണെങ്കിൽ ഒരുത്തൻ ഇതിനെ കണ്ടപ്പോൾ തൊട്ട് ഓങ്ങി വെച്ചേക്കുവാണ്. പാവം, ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഇത് നമ്മൾ ഭക്ഷണം കൊടുത്തിട്ട് ഒരു സെക്കൻഡുകൾക്കുള്ളിലാണ് ഇത് ഉറങ്ങിപ്പോകുന്നത്. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ഇതിന് വിശപ്പൊക്കെ മാറിയിട്ടുള്ള സമയമാണെങ്കിൽ നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ടുവരുമ്പോഴത്തേക്കും അത് വാ തുറക്കില്ല. വിശപ്പുണ്ടെങ്കിൽ ഇതുപോലെ വാ തുറക്കും. ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യം വെച്ചിട്ടാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും പിന്നെ ഓരോ കാര്യങ്ങൾ പഠിച്ച് വരണം. ഇവൻ ഇതിൻ്റെ അടുത്ത് നിന്ന് മാറുന്നില്ല. അതിനെ ഓങ്ങി വെച്ചേക്കുവാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ മാടത്തക്കുഞ്ഞിൻ്റെ അപ്ഡേറ്റ്സ് അറിയിക്കുന്നതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.